ഇത്തവണത്തെ ഓസ്ട്രേലിയൻ പര്യടനത്തിൽ പ്രതീക്ഷയ്ക്കൊത്ത് ഉയരാൻ സാധിക്കാതിരുന്ന ഇന്ത്യൻ താരമായിരുന്നു ഋഷഭ് പന്ത്. ആദ്യ 4 ടെസ്റ്റുകളിലും താരം ഫ്ലോപ്പായിരുന്നു. ഇതോടെ പ്ലേയിങ് 11-ൽ നിന്ന് പന്തിനെ മാറ്റണമെന്ന തരത്തിൽ പോലും അഭിപ്രായങ്ങൾ ഉയർന്നു. എന്നാൽ സിഡ്നി ടെസ്റ്റിലും പ്ലേയിങ് 11-ൽ സ്ഥാനം നിലനിർത്തിയ പന്ത് ആദ്യ ഇന്നിംഗ്സിൽ 40 റൺസ് എടുത്ത് ഇന്ത്യയുടെ ടോപ്പ് സ്കോററായിരുന്നു. ഇന്ത്യ 185 റൺസായിരുന്നു ആദ്യ ഇന്നിംഗ്സിൽ നേടിയത്. പിന്നീട് ഓസ്ട്രേലിയയെ 181 റൺസിൽ പുറത്താക്കി 4 റൺസിന്റെ ലീഡും സ്വന്തമാക്കി. രണ്ടാം ഇന്നിംഗ്സിൽ ഇന്ത്യ 3 വിക്കറ്റ് നഷ്ടത്തിൽ 59 എന്ന സ്കോറിൽ തകർച്ചയെ അഭിമുഖീകരിക്കവേ ക്രീസിലെത്തിയ ഋഷഭ് പന്ത് പിന്നീട് T20യെ വെല്ലുന്ന ബാറ്റിംഗ് വെടിക്കെട്ടാണ് കാഴ്ചവെച്ചത്. നേരിട്ട ആദ്യ പന്ത് തന്നെ സ്റ്റെപ്പ് ഔട്ട് ചെയ്ത് ലോങ് ഓണിൽ താരം സിക്സറിന് പറത്തി. ടെസ്റ്റ് ക്രിക്കറ്റിൽ നേരിട്ട ആദ്യ പന്തിൽ ഒരു ഇന്ത്യൻ താരം സിക്സർ നേടുന്നത് ഇത് 7ാമത്തെ തവണയായിരുന്നു. മിന്നും ഫോമിലുള്ള ഓസീസ് പേസർ സ്കോട്ട് ബോൾഡായിരുന്നു ഋഷഭിന്റെ ബാറ്റിന്റെ ചൂട് എറിഞ്ഞത്. ആദ്യ പന്തിൽ തന്നെ നയം വ്യക്തമാക്കിയ പന്ത് ഇതിനുശേഷവും ആക്രമണ മോഡ് തുടർന്നു. തുടർച്ചയായി ബൗണ്ടറികൾ നേടിക്കൊണ്ടിരുന്ന താരം ഓസീസ് ബൗളർമാർക്കും ക്യാപ്റ്റൻ പാറ്റ് കമ്മിൻസിനും തലവേദന നൽകി. കൂടുതൽ ഫീൽഡർമാരെ ബൗണ്ടറിയിൽ വിന്യസിപ്പിക്കാനും ഓസീസ് ടീം നിർബന്ധിതരായി. വെറും 29 പന്തുകളിൽ അർദ്ധ സെഞ്ചുറിയിലെത്താൻ പന്തിനായി. ഈ പരമ്പരയിൽ അദ്ദേഹത്തിന്റെ ആദ്യ അർദ്ധ സെഞ്ചുറി കൂടിയായിരുന്നു ഇത്. 50 പിന്നിട്ടതിനു ശേഷവും വെടിക്കെട്ട് തുടർന്ന പന്ത് പക്ഷേ വ്യക്തിഗത സ്കോർ 61-ൽ നിൽക്കെ പുറത്തായി. പാറ്റ് കമ്മിൻസിന്റെ പന്തിൽ വിക്കറ്റ് കീപ്പർ അലക്സ് കാരിക് ക്യാച്ച് സമ്മാനിച്ചാണ് പന്ത് വീണത്. 33 പന്തിൽ 6 ഫോറുകളും 4 സിക്സറുകളും അടക്കം 61 റൺസാണ് പന്ത് ഈ കളിയിൽ നേടിയത്. 184.85 സ്ട്രൈക്ക് റേറ്റിലായിരുന്നു താരത്തിന്റെ ഇന്നിംഗ്സ്. അതേസമയം 4 റൺസ് ലീഡുമായി രണ്ടാം ഇന്നിംഗ്സിൽ ബാറ്റ് ചെയ്യാനിറങ്ങിയ ഇന്ത്യ ഒരിക്കൽ കൂടി ബാറ്റിംഗ് തകർച്ച നേരിടുകയാണ്. 121 റൺസ് എടുക്കുന്നതിനിടെ 6 വിക്കറ്റുകളാണ് ഇന്ത്യൻ ടീമിന് നഷ്ടമായത്. യശസ്വി ജയ്സ്വാൾ, KL രാഹുൽ, ശുഭ്മാൻ ഗിൽ, വിരാട് കോഹ്ലി, ഋഷഭ് പന്ത്, നിതീഷ് കുമാർ റെഡ്ഡി എന്നിവരുടെ വിക്കറ്റുകളാണ് ഇന്ത്യക്ക് നഷ്ടമായത്. 4 വിക്കറ്റുകൾ വീഴ്ത്തിയ സ്കോട്ട് ബോളണ്ടാണ് രണ്ടാം ഇന്നിംഗ്സിൽ ഇന്ത്യയെ തകർത്തത്. അതേസമയം തുടക്കം തന്നെ ജയ്സ്വാളും ഓസീസ് പടയെ ഭയപ്പെടുത്തിയിരുന്നു. ഇന്ത്യയുടെ രണ്ടാം ഇന്നിംഗ്സ് ഓപ്പൺ ചെയ്ത ജയ്സ്വാൾ ഓസീസിന്റെ സ്റ്റാർ പേസർ മിച്ചൽ സ്റ്റാർക്കിനെ ആദ്യ ഓവറിൽ 4 ഫോറുകൾ അടിച്ചാണ് ഞെട്ടിച്ചത്. അതും സ്റ്റാർക്ക് എറിഞ്ഞ പന്തുകളാണ് ജയ്സ്വാൾ ബൗണ്ടറി കടത്തിയത് എന്ന പ്രത്യേകതയുമുണ്ട്. നേരത്തെ നിരവധി തവണ ഇരുവരും പരസ്പരം സ്ലെഡ്ജിംഗ് നടത്തിയിരുന്നു. ആദ്യ ടെസ്റ്റായ പെർത്തിൽ സ്റ്റാർക്കിന്റെ പന്തിന് വേഗത പോരെന്ന് പറഞ്ഞ് പരിഹസിച്ച ജയ്സ്വാളിനെ രണ്ടാം ടെസ്റ്റായ അഡ്ലേഡിൽ ഗോൾഡൻ ഡക്കിന് പുറത്താക്കിയാണ് സ്റ്റാർക്ക് മറുപടി നൽകിയിരുന്നത്. എന്നാൽ ജയ്സ്വാളിന് അധിക നേരം ക്രീസിൽ നിൽക്കാൻ സാധിച്ചില്ല. 35 പന്തിൽ 22 റൺസ് എടുത്ത അദ്ദേഹം ബോളണ്ടിന്റെ വിക്കറ്റിൽ വീഴുകയായിരുന്നു. എന്തായാലും ഇന്ത്യ സമനിലയിൽ പരമ്പര അവസാനിപ്പിക്കുമോ എന്നാണ് ആരാധകർ കാത്തിരിക്കുന്നത്.